ഒന്നുമല്ലേലും ഞാനൊരു ക്രിസ്ത്യാനി അല്ലേടി. ഓ പിന്നെ കർത്താവ് പറഞ്ഞ അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞാട്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ? പ്രശ്നമല്ലേ ഉള്ളൂ. എന്ത് ചെയ്താലും കുഴപ്പം. ആഴ്ചയിൽ ചീത്ത വിളിയും സസ്പെൻഷനും, പിന്നെ എന്നും കുടുംബകലഹവും. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഒരു കുഞ്ഞുങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. കൊച്ചുങ്ങളില്ലാന്ന് വെച്ച് കണ്ട മന്ത്രവാദിയെയും ജോത്സ്യനെയൊക്കെ കാണാൻ പോകുന്നത് വളരെ മോശമല്ലേ? എടി, നാട്ടുകാരുടെ മൊത്തം പ്രശ്നത്തിന് പരിഹാരം കാണുന്ന ജോത്സ്യന്റെ ഭാര്യ ഒളിച്ചോടി പോയിട്ട് അവസാനം കണ്ടുപിടിച്ചു കൊടുത്തത് ഞാനാ. ഇത് മന്ത്രവാദിയും കേന്ദ്രവാദിയും ഒന്നും അല്ല, പിന്നെ രാഷ്ട്രീയക്കാരുടെയും സിനിമാക്കാരുടെയും ഒക്കെ കണ്ട ദൈവം. കൊന്നത്തടിയിലെ പുതിയ അവതാരമൂർത്തി സ്വാമി കന്മദാനന്ദ. സ്വാമി നമസ്കാരം. മാറിയെന്നോ ചിലപ്പോ ശപിക്കും. എന്തുവാ ചുരുട്ടി പിടിച്ചേക്കുന്നത്? ഒന്നുമില്ലേ? ഭ്രാന്താണോ? കൈനീട്ടി കാണിക്കും. ജീരകമിട്ടായി എനിക്കൂടെ. പുളിമുട്ടായി ചോദിച്ചാൽ തരുവുണ്ടോ? സ്വാമി സാറേ സാറേ, കണ്ട അണ്ടനും അടകോടനൊന്നും ഇങ്ങനെ ആക്കിയാ വരൂല. സ്വാമി ആക്കിയാലേ വരുള്ളൂ. വാ സ്വാമി സ്വാമി. അങ്ങോട്ടിരിക്കാൻ സ്വാമി. ആയിക്കോട്ടെ. സ്വാമിക്ക് കുടിക്കാൻ. സ്വാമി, നാം ആഴ്ചയിൽ ഒരിക്കലേ അന്നപാനീയങ്ങൾ ആഹരിക്കൂ. സ്വാമിയുടെ ശരീരം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. ഇപ്പൊ തന്നെ വയറ് കണ്ടിട്ട് 8 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും വെട്ടി വിഴുങ്ങിയ ലക്ഷണമുണ്ട്. എല്ലാ തോന്നലുകളും എപ്പോഴും ശരിയാകണമെന്നില്ല. ഇപ്പോൾ തന്നെ നാം ഒരു വ്യാജനാണെന്നല്ലേ ഷിജു സാറിന്റെ സംശയം? അത് തന്നെടാ. ജീരകമുട്ടായി കഴിക്കാത്ത ഒളിപ്പിച്ചു വെച്ച് ആളിനെ വടിയാക്കാൻ ആർക്കും പറ്റും. വലിയ വലിയ സ്വാമിമാര് ചെയ്യുന്ന പോലെ വായിന്ന് വിഗ്രഹം എടുക്കാൻ പറ്റുമോ? അയ്യേ, സ്വാമി വേണ്ട വാള് വെക്കുന്നു. ചുമ്മാരി സാറേ. വഴക്ക് അല്ല വിളക്ക്. അയ്യോ, ഇതെങ്ങനെ? എഴുന്നേൽക്കൂ വത്സ. ദൈവം ദൈവം എന്നെ രക്ഷിക്കണം സ്വാമി. ഇനിയും വിളക്കാണെങ്കിൽ എനിക്ക് തരണേ സ്വാമി. സ്വാമി അല്ലേ ഈ ഷിജു സാറിന് ഇത് എന്നാ പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെ, കൃത്യമായിട്ട് സ്റ്റേഷനിൽ വരുന്നു. തെളിയാതെ കിടക്കുന്ന പല കേസുകളും കുത്തിപ്പൊക്കി അന്വേഷിക്കുന്നു. മറ്റേ ആ മോഷണ കേസില്ലേ, അത് തെളിയിച്ചതിന് SP സാർ വരെ വിളിച്ച് അഭിനന്ദിച്ചു. 5 പൈസ പോലും ആറടുത്തൊന്നും കൈക്കൂലി വാങ്ങുന്നില്ലെന്ന് അതിനേക്കാ രസം. ഇതിപ്പോ എന്ത് അതിശയാണോ? ഏതോ മന്ത്രവാദം ചെയ്തെന്നാ ആലിക്കുട്ടി പറയുന്നേ. മന്ത്രവാദം?
ആ പേപ്പറിലും ടിവിയിലും ഒക്കെ കാണിക്കുന്ന സ്വാമി ഇല്ലേ? അതിപ്പോ പേപ്പറും ടിവിയും ഒക്കെ തുറന്ന കംപ്ലീറ്റ് ദിവ്യന്മാരുടെ പടമല്ലേ? അല്ല അതിലേത് ദിവ്യനാണ്? ആ, മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ. മോഹൻലാലിന്റെ ഒരു സിനിമയല്ല, ഒരുപാട് സിനിമയുണ്ട്. ഹ്, തമാശ. വാട്സാപ്പിൽ വന്നതായിരിക്കും. അല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഓ, അല്ല മോഹൻലാലിന്റെ ആ സിനിമയിൽ ഈ സ്വാമി അഭിനയിച്ചിട്ടുണ്ടോ? ആ ഒരു സിനിമയുടെ പേരില ഈ സ്വാമിയുടെ പേര് വരെ അറിയുന്നത്. ഉഹ്, നല്ല സിനിമയായിരുന്നേ. കിഴക്കൻ സ്വാമി, ചിത്രൻ സ്വാമി, പുലിമുരുകാനന്ദ, നരസിംഹമൂർത്തി, ഓ, ഇതല്ലേ? മറ്റേ മൂവന്തി താഴ്വര എന്ന് പറയുന്നൊരു പാട്ടില്ലേ? മൂവന്തി താഴ്വരയിൽ വെണ്ടുരുകും ഇത് തന്നെ. അത് കന്മദം. കന്മദം കന്മദം. കന്മദാനന്ദ സ്വാമികൾ. കന്മദാനന്ദ സ്വാമികൾ. ആ, അല്ല അയാളല്ലേ സിനിമാക്കാർക്ക് വേണ്ടി പൂജ ചെയ്യുന്ന പുതിയ ആള്? ആ, വായിന്ന് നിലവിളക്കും. ബാവിട്ട് നിലവിളിക്കോ? അതല്ല, നിലവിളക്കില്ലേ? നിലവിളക്ക്. ഓ, നിലവിളക്ക്. നിലവിളക്കും സ്വർണവും വിഗ്രഹവും ഒക്കെ എടുക്കോത്രേ. മൊബൈൽ ഫോൺ എടുക്കുവോ? മൊബൈൽ ഫോൺ മാത്രമല്ലടേ, റീചാർജ് കൂപ്പണും കൂടെ എടുക്കും. കഷ്ടം തന്നെ. ഷിജിസാറും ഭാര്യയും ആ സ്വാമിയുടെ ശിഷ്യരായത്രേ. ഓഹോ, അത് ശരി. അങ്ങനെ കേരളത്തിൽ ഒരാൾ ദൈവം കൂടി ആയി. പിന്നെ കൊന്നത്തടിയിൽ വലിയ ആശ്രമം പണിയാൻ പോണത്ര ആ സ്വാമി. എങ്ങനെ പണിയാതിരിക്കും? പൂത്ത കാശല്ലേ ഈ ടീമുകൾക്ക് കിട്ടുന്നേ. ഈ പോലീസിൽ ചേർന്ന സമയത്ത് വല്ല സ്വാമി ആയാ മതിയായിരുന്നു. പേര് ഫേസ്ബുക്ക് ആനന്ദ തിരുവടികൾ. അല്ല, ഇൻഷുറൻസ് ആനന്ദ് പ്രസന്നൻ. ദേ, എന്റെ ഭർത്താവിനെ കളിയാക്കിയുണ്ടല്ലോ. ഓട്ടിശീലേ അതൊക്കെ സ്വാമികളും ശരണം. അയ്യോ സ്വാമി ജയ് 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 കന്മദ സ്വാമി, ജയ് 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 കന്മദ സ്വാമി, ജയ് 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 കന്മദ സ്വാമി, ജയ് 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 കന്മദ സ്വാമി. ഹരോഹര കന്മദസ്വാമി, ഹരോഹര. കന്മദസ്വാമി. ഫോൺ വരുന്നു. കന്മദസ്വാമിക്ക് അല്ല, സാറിന് ഫോൺ വരുന്നു. നിയമപാലകൻ പപ്പ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അങ്ങനെ പോകുന്നു സാർ. എങ്ങനെ പോകുന്നു? വളരെ നന്നായി. അതെ സാർ. ഓക്കെ നന്നായിരിക്കട്ടെ. വത്സേ, സാർ. ഇൻഷുറൻസ് പരിപാടിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. ആ, ഈശ്വരൻ നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. സനൂപിനെ ലൈക്കും ഷെയറും ഒക്കെ ധാരാളം കിട്ടുന്നുണ്ടല്ലോ. എല്ലാം കന്മദാനന്ദ ഗുരുവിന്റെ അനുഗ്രഹം. സ്വാമി പാടുവാലിക്കുട്ടി. ഗുരുശരണം നാഥ കന്മദ ഗുരുവേ ശരണം. കമോണ പരിപാടി. ഗുരുശരണം ശരണം നാഥ കന്മദ ഗുരുവേ ശരണം. ഗുരുശരണം ശരണം നാഥ കന്മദ ഗുരുവേ ശരണം. ഗുരുശരണം ശരണം നാഥ കന്മദ ഗുരുവേ ശരണം. എല്ലാവരും ഗുരു അനുഗ്രഹിക്കണം. ഒന്നുകൂടെ പഠിക്കോ? ഗുരുശരണം ശരണം നാഥ കന്മദ ഗുരുവേ ശരണം. ഇത് 4 പേരെ കൊണ്ട് പറ്റുമെങ്കിൽ പാടിപ്പിക്കാം. ഇന്നാള് 4 പേരെ പാടിപ്പിച്ച ഒരാൾക്ക് 10 മിനിറ്റ് കഴിയും മുമ്പ് 100 കോടി ലോട്ടറി അടിച്ചു. ആ, ഇത് പാടിപ്പിക്കാത്ത ഒരാള് തലയിൽ തേങ്ങ വീണ് ചാവുകയും ചെയ്തു. ചാവണ്ടേക്ക് പാടിക്കോ? ജയ് 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 കന്മദ സ്വാമി, ജയ് 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 കന്മദ സ്വാമി. എന്തായാലും രണ്ടും നന്നായല്ലോ, അത് തന്നെ വലിയ കാര്യം. പുല്ല് ഉറുമ്പം കടിക്കുന്നല്ലോടാ. ഫുൾ ടൈം ഇങ്ങനെ കാട്ടിനകത്ത് കുത്തിയിരിക്കുന്ന സ്വാമിമാരെ സമ്മതിച്ചു കൊടുക്കണം. ഏതെങ്കിലും ഒരു വസ്തുവിനെ സങ്കല്പിക്കാൻ പറയുമ്പോ ഒന്നല്ലല്ലോ മനസ്സിൽ തെളിയുന്നത്. കൈക്കൂലി കാശ്, അതല്ലെങ്കിൽ കുപ്പി, ഇതും അല്ലെങ്കിൽ ആ കാളിയുടെ മോന്ത. പൂവിനെ വിചാരിക്കാന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. എന്താ സാറേ, എന്താ ഈ വാഴപ്പണക്കകത്ത്? കുന്തം. ഞാൻ വിചാരിച്ച ധ്യാനത്തിനിടയ്ക്ക് രാക്ഷസന്മാരും വല്ലതും പ്രത്യക്ഷപ്പെട്ടതായിരിക്കും. രാക്ഷസനല്ല, ദൈവം, ആലിക്കുട്ടി ദൈവം. മാങ്ങ. അല്ല, സാറിനെ സ്റ്റേഷനിൽ കാണാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ കാളിമേടം പറഞ്ഞു സാറ് വാഴപ്പണക്കകത്ത് വന്ന് ധ്യാനത്തിലിരിക്കുകയാണെന്ന്. ഒക്കെ ആ സ്വാമി പറഞ്ഞ ഏർപ്പാടാടു. ധ്യാനിക്കണമെന്ന്. ഒന്നുകിൽ ആ സ്വാമിയെ, അല്ലെങ്കിൽ വല്ല പൂവോ മാങ്ങയോ. മാങ്ങേ? അല്ല, മാങ്ങ പറഞ്ഞില്ല. അല്ല, എന്നിട്ട് സാർ ധ്യാനിച്ചു? എവിടെ? ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന പണിയല്ലടൂ. വല്ല ആൽത്തറ അമ്മിണിയെ വല്ലതും ധ്യാനിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും വല്ലതും നടന്നേനല്ലേ സാറേ? പതുക്കെ പറയടോ, കുടുംബം കളിക്കാതെ. അല്ല സാറേ,
ആ സ്വാമിയുടെ അടുത്ത് പോയിട്ട് എന്തേലും പ്രയോജനമുണ്ടോ? ഒന്നും അങ്ങോട്ട് പറയാറായിട്ടില്ലടോ. എന്തായാലും കാശ് നല്ലപോലെ പോകുന്നുണ്ട്. ഓ, പിന്നെ ഏതാണ്ടൊക്കെ പ്രസാദമാണെന്നും പറഞ്ഞ് തരുന്നുണ്ട്. ഞാനത് കഴിക്കുന്നുമുണ്ട്. എന്തരാവോ എന്തോ. ഇനി അത് കഴിക്കുന്നോണ്ടാണ് സാർ ഈ വിളയി വന്നിരിക്കുന്നത്? അല്ല, നല്ല പ്രസാദമായിരിക്കും എന്ന് പറയാ. എന്റെ അച്ഛൻ ഇന്ന് വല്ലാത്തൊരക്കിടി പറ്റി. ആരെഴുതിയതാ എന്തോ. എന്തായാലും കൊള്ളാം. അച്ഛൻ എന്തക്കിടിയായിരിക്കും പറ്റിയത്? കാഞ്ചന മേഡത്തിന്റെ വൈഫ് ദിനേശന്, അല്ല ദിനേശ് സാറിന്റെ വൈഫ് കാഞ്ചന. മേഡം അങ്ങോട്ട് വരാം. അയ്യോ, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? നീയല്ലേ നോക്കാൻ നടന്നു കയറിയത്? എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അറിയാം. ആരാ? കൊന്നത്തടി പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ആലിക്കുട്ടിയാ. അപ്പം നിനക്ക് അറിയായിരുന്നല്ലേടാ? നിന്റെ ബുക്ക് പേപ്പർ ലൈസൻസ് ഒക്കെ ഇടാ. ഏടാ ഇങ്ങോട്ട്. ഞാൻ ആരാന്നറിയോ തനിക്ക്? നീ അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആയിരിക്കും. ബുക്കും പേപ്പറും ഇടാ. അല്ല, കട്ടക്കുഴി സ്റ്റേഷനിലെ പുതിയ എസ് ഐ സെബാസ്റ്റ്യൻ. സാർ, കൂടുതൽ അഭ്യാസം ഒന്നും കാണിക്കരുത്. സാർ പോടാ. സാർ പോടാ, എന്നിട്ട് ഞാൻ പോ. പടച്ചോനെ, പണി പാളിയനെ. നമസ്കാരം മാഡം. കട്ടക്കുഴി സ്റ്റേഷനിലെ എസ് ഐ സെബാസ്റ്റ്യൻ സാറാ. ഞാൻ അറിഞ്ഞില്ല. അല്ല, മാഡം എങ്ങോട്ട് പോന്നു? ഞാൻ മാർക്കറ്റിലോട്ട്. ആലിക്കുട്ടി എന്താ നടന്ന്? ഷിജു സാറിനെ ഒന്ന് കാണാൻ പോയതാ. അപ്പം നോക്കിയപ്പോ സാറ് ഭയങ്കര ധ്യാനത്തില്. ധ്യാനത്തിലോ? അപ്പം മാഡം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. കുറച്ച് കൂട്ടിയടിച്ചേക്കാം. കാഞ്ചന മേഡത്തിന് അസൂയയും ദിനേശ് സാറിന് തലവേദന. കൊന്നത്തടിയില് പുതിയൊരു സ്വാമി വന്നിട്ടുണ്ട്. സ്വാമി കന്മദാനന്ദ സ്വാമികൾ. കന്മദാനന്ദ സ്വാമിയോ? ആ, പരമ ദിവ്യനാ. വായിന്ന് സ്വർണവും വെള്ളിയും കാശും മൊബൈൽ ഫോണും ഒക്കെ കുണുകുണാന്ന് മന്ത്രം പറയുമ്പോ കിണുകിണാന്ന് വായിന്ന് വരും. രാഷ്ട്രീയക്കാരും സിനിമാക്കാരും ഒക്കെ അങ്ങേരെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കുവാ. ക്യൂ പോയല്ല, ക്യൂ. ഷിജു സാറും കാളിമേടവും ആ സ്വാമിയുടെ ശിഷ്യരായി. ശിഷ്യരോ? ആന്ന്. മെനഞ്ഞാന്ന് സ്വാമി അവരുടെ വീട്ടിൽ വന്നു. ആണോ? ആ, അതെ. ഇത്രയല്ല, ഇത്രയും നീളമുള്ള ഒരു സ്വർണ്ണ നിലവിളക്ക് സ്വാമിയുടെ വായിന്ന് എടുത്തു കൊടുത്തു. വായിന്നോ? ആന്ന്. ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ മാഡം. ഷിജു സാറിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്നും പ്രമോഷൻ കിട്ടുമെന്നും വലിയ കോടീശ്വരനാവുമെന്നൊക്കെ സ്വാമി പറഞ്ഞു. അനുഗ്രഹവും കൊടുത്തു. ആണോ? ആ, നോക്കിയോ, ഇനി ഷിജു സാറിനെ പിടിച്ചാ കിട്ടത്തില്ല. എന്നാ മാഡം പോയിക്കോ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് താമസിച്ചു പോയി. പോട്ടെ. ഇനി കാഞ്ചന മേഡത്തിന്റെ ഉറക്കവും പോകും, ദിനേശൻ സാറിന്റെ ഉറക്കവും പോകും. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. നീ ചുമ്മാ ഇങ്ങനെ വെറുകിനെ പോലെ നടക്കാതെ അവിടെ എങ്ങനെ പോയി ഇരിക്കും. വെച്ചേ നല്ലൊരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുമ്പോഴാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ വിശ്വസിക്കണ്ട, അങ്ങോട്ട് മാറിയിരിക്കും. ഒരു സ്വാമിയുടെ അടുത്ത് പോയെന്നും പറഞ്ഞ് ഇത്രയും മാറ്റം മനുഷ്യർക്കുണ്ടാവോ? എന്തായാലും ഷീസാറിന്റെ സ്വഭാവം മാറിയല്ലോ. പണിയും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്ക് സ്റ്റേഷനിൽ ഇത്തിരി സമാധാനവും കിട്ടുന്നുണ്ട്. ചിലപ്പോ അങ്ങേർക്ക് ഇനി പ്രമോഷനും കിട്ടുമായിരിക്കും അല്ലേ? ചിലപ്പോ. നന്നായി ജോലി എടുത്തോണ്ടായിരിക്കും അങ്ങേർക്ക് ഫലം കിട്ടിയേ, അല്ലാതെ സ്വാമിയുടെ മഹത്വം കൊണ്ടൊന്നും ആയിരിക്കില്ല. ആ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തട്ടിപ്പുകാരായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ആർക്കറിയാം. മറ്റേ സുരേഷ് ഗോപിയുടെ സിനിമയിൽ ഇതുപോലത്തെ ഒരു സ്വാമി ഇല്ലായിരുന്നോ? മറ്റേ നരേന്ദ്രപ്രസാദ്. അവസാനം കള്ളനാണെന്ന് അറിയുന്ന അതുപോലെ ആയിരിക്കും ഇതും. നോക്കിക്കോ. നിനക്കെന്തോ നടി വേണ്ടത്? അവളുണ്ട്, അവളുടെ ഒരു സുരേഷ് ഗോപിയുണ്ട്. എടി, അവരെവിടെയും പോയി നന്നാവട്ടെ. അതിന് നിനക്കെന്തോ ഇത്ര കുശുമ്പ്? അതിനിപ്പൊ ഞാൻ എന്തോ പറഞ്ഞു? സ്വാമിയുടെ കാര്യം പറഞ്ഞതിന് ദിനേശ് ചേട്ടൻ എന്തിനാ എന്നോട് ചൂടാവുന്നേ? പിന്നെ വന്ന് കേറിയപ്പോ തുടങ്ങിയതാ ഒരു സാമി സാമി സാമി. പെണ്ണുങ്ങളുടെ ഓരോ സ്വഭാവങ്ങളെ കണ്ടില്ലേ? 2 ജീവിയിൽ വന്ന് നുണയും പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. മംഗളം ഭവിക്കട്ടെ. സ്വാമി, അങ്ങ് പറഞ്ഞ പോലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായിട്ട് സ്റ്റേഷനിൽ പോകും, കേസുകൾ കഷ്ടപ്പെട്ട് തെളിയിക്കും. സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം തെളിയുന്നു. അതെ,
അതാണ് സത്യം. കൈക്കൂലി മേടിക്കാത്തതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ ഒരു അല്പം ഞെരുക്കമുണ്ട്. ഇവിടെ നല്ല ചെലവാണല്ലോ. ഒക്കെ ശരിയാകും വത്സ, പരിഭ്രാന്തനാകാതിരിക്കൂ ഉണ്ണി. ഉണ്ണിയല്ല, ഷിജു, ഷിജു ഡാനിയൽ. അങ്ങനെയും പറയാം. ടെൻഷൻ പറഞ്ഞില്ല സ്വാമി, കുട്ടികൾ ഉണ്ടാവുന്ന കാര്യം അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം. വിഷമിക്കാതിരിക്കൂ മകളെ, കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഇപ്പൊ വരും. ആഹാ, 3 സുന്ദരി പെൺകുഞ്ഞുങ്ങൾ. ഞാൻ കാണുന്നില്ലല്ലോ. ഒന്ന് മറിച്ചടിക്കാൻ പറ്റുമോ? ഈ 3 സുന്ദരി പെൺകുട്ടികൾ എന്നുള്ളത് 3 ആൺകുട്ടികളാക്കി തരാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഈ സ്ത്രീധനം കൊടുക്കൽ ഓർത്ത് പറഞ്ഞതാ. ആമ്പിള്ളേരാകുമ്പോ സ്ത്രീധനം ഇങ്ങോട്ട് കിട്ടുമല്ലോ. ഒക്കെ വിധി പോലെ നടക്കൂ. എന്നാ പിന്നെ അങ്ങനാട്ടെ. പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞ് എന്തായാലും ഉടനെ വേണം. അതിനെ ഇവിടെ ഈ ആശ്രമത്തിൽ 3 ദിവസം താമസിച്ച് അതിശക്തമായ ചില പൂജകൾ ചെയ്യേണ്ടി വരും. എന്തു വേണേലും ചെയ്യാം സ്വാമി, കൊച്ചുങ്ങൾ ഉണ്ടായാൽ മതി. അല്ല, ഷിജു സാറിന് തിരക്കാണെങ്കിൽ മാറി നിൽക്കണമെന്നില്ല. ഈ കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലും മതിയാവും. ഓ, തിരക്കൊന്നുമില്ല സ്വാമി, ഞാൻ കൂടെ നിന്നോളാം. ഷീച്ചായും വേണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോകും, എനിക്ക് പ്രശ്നമൊന്നുമില്ല. നാം ഉണ്ടല്ലോ ഇവിടെ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? അതോടോ പൊട്ടി എന്റെ പേടി. 3 ദിവസം അല്ല 30 ദിവസം വേണേലും ഞാൻ ഇവിടെ നിന്നോളാം. ഇവളെ പിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാൻ എനിക്ക് പറ്റില്ല സ്വാമി, അതാണ്. ശരിക്കും? എന്നാ എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓം ശംഭോ മഹാദേവ. മാഡം, ദിനേശ് ചേട്ടൻ എവിടെയാ? സാറകത്തുണ്ട്. എന്തെങ്കിലും പ്രശ്നം? എന്താ പാപ്പ സാറേ? ദിനേശ് ചേട്ടാ, എന്ത്? ഞാൻ എത്ര നേരമായിട്ട് ദിനേശ് ചേട്ടനെ വിളിക്കുന്നു, കിട്ടുന്നില്ലല്ലോ. ആണോ? എന്ത് കാര്യം? ആ കൊന്നത്തടി ജംഗ്ഷനിലെ അംഗനവാടി നടത്തുന്ന ശാരദയില്ലേ? അയ്യോ, ശാരദയ്ക്ക് എന്ത് പറ്റി? അവർക്കൊരു മോളുണ്ട്, +2 പഠിക്കുന്ന ഗോപിക. ഗോപിക എന്ത് പറ്റി? അവൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് അവളെ അവര് മറ്റേ സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോകും. ആ കൊന്നത്തടി ജംഗ്ഷനിലെ അംഗനവാടി നടത്തുന്ന ശാരദയില്ലേ? അയ്യോ, ശാരദയ്ക്ക് എന്ത് പറ്റി? അവർക്കൊരു മോളുണ്ട്, +2 പഠിക്കുന്ന ഗോപിക. ഗോപിക എന്ത് പറ്റി? അവൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് അവളെ അവര് മറ്റേ സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയി. മറ്റേ സ്വാമിയാ? ഏത് സ്വാമി? സ്വാമി കന്മദാനന്ദൻ. ആ കുട്ടിയെ മയക്കുമരുന്ന് കൊടുത്ത് മയക്കി സ്വാമി ഉപദ്രവിച്ചെന്ന്. അത് സീഡിലും പിടിച്ചു. നീ ചുമ്മാ ആ കാളിയോടുള്ള അസൂയ കൊണ്ട് ഓരോന്നുണ്ടാക്കി പറയല്ലേ കാഞ്ചനെ. അയ്യോ അല്ല ദിനേശേട്ടാ, ആ ശാരദ ഇന്ന് നമ്മുടെ വീട്ടിൽ വന്നു. പരാതി കൊടുത്ത കൊന്നുകളയുന്ന സ്വാമിയുടെ ഗുണ്ടകൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? എനിക്ക് കുറച്ച് കുശുമ്പുണ്ടായി എന്നുള്ളത് നേരാ. പക്ഷെ ഇങ്ങനൊരു കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്ന ദിനേശേട്ടന് തോന്നുന്നുണ്ടോ? ദിനേശേട്ടാ, ഷൈൻ ചെയ്യാൻ പറ്റിയ അവസര. ചേട്ടൻ ഈ കേസ് എടുക്ക്. രാഷ്ട്രീയക്കാരുമായിട്ടൊക്കെ നല്ല പിടിപാടുള്ള ആളാ സ്വാമി എന്നാ കേട്ടത്. അവസാനം എന്റെ പണി പോവോ? പണി പോയാ ഞാൻ അങ്ങ് സഹിച്ചോളാം, പോരെ? സഹിച്ചാ കുഴപ്പമില്ല. ദിനേശേട്ട സപ്പോർട്ട് ചെയ്യും, കേസുമായിട്ട് മുന്നോട്ട് പൊയ്ക്കോളാം ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു. അത് ദിനേശ് ചേട്ടന്റെ അച്ഛനെ അമ്മയും പിടിച്ച് ഞാൻ ആണയിട്ടു. എന്തായാലും ഈ കേസ് ദിനേശ് ചേട്ടൻ ഏറ്റേ പറ്റൂ. നോക്കാം. സാറേ, രാജേഷ് എന്ന അയാളുടെ ശരിക്കുള്ള പേര്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആള് തരികടായിരുന്നു. എന്തോ ഒരു ചെറിയ കേസിൽ പെട്ട് നാട് വിട്ടതാ. പിന്നെ മാജിക്കും പരിപാടിയൊക്കെ ആയിട്ട് ഡൽഹിയിലായിരുന്നു. ഇപ്പൊ കേരളത്തിലെത്തിയിട്ട് 6 മാസമായി. കൊച്ചിലെ തൊട്ടേ ആൾക്കാരെ സംസാരിച്ച് മയക്കാൻ മെടുക്കനായിരുന്നു. അതെ, ഇത് പിന്നെ ഇങ്ങനത്തെ ടീമുകൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കഴിവല്ലേ. ഒപ്പം കുറച്ച് മാജിക്കും കൂടെ പഠിച്ചാ എപ്പ ആൾദൈവമായെന്ന് ചോദിച്ചാ മതി. സാറേ, ഇപ്പൊ അവനെ പൊക്കിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്ക് അവനെ തൊടാൻ പോലും പറ്റില്ല. അതെ, ഇനി ഇന്റർനാഷണൽ ആശ്രമം വരും, ഹോസ്പിറ്റൽ വരും, ചാനൽ വരും, സ്വാമിയുടെ പേരിലെ. പിന്നെ അങ്ങോട്ടൊന്ന് അടുക്കാൻ പോലും നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. അതെ, നമ്മൾ ഒറ്റയ്ക്ക് അവരെ ചൊറിയാൻ പോയ ഡേഞ്ചറാ.
കുറച്ച് കൂടിയ ഇനങ്ങളെ കൂടെ ഒന്ന് കൂട്ടാം. ക്രൈംബ്രാഞ്ച്. ആ ആ സത്യസാറല്ലേ, ഒരു ചെറിയ തിമിംഗലത്തെ ഒന്ന് പിടിക്കണം. പറ്റുമോ? കഴിഞ്ഞ 1.5 മാസമായി സ്വാമിയുടെ പറയാ ഞാൻ. ആ പൂജ, ഈ പൂജ, മറ്റേ പൂജ, എന്റെ കയ്യിലെ കാശ് മുഴുവനും തീർന്നു. 5 പൈസ കൈക്കൂലി മേടിക്കാൻ ആ നാശം പിടിച്ചവൻ സമ്മതിക്കുന്നില്ല. സ്വാമി അത്രേ സ്വാമി. നിങ്ങൾ വെറുതെ അവിശ്വസിക്കല്ലേ. അങ്ങേരുടെ ഓരോ നോട്ടവും ചിരിയും മൊത്തത്തിലൊരു വശപ്പുശം ഉണ്ടാവുന്ന എനിക്ക് സംശയം. നിങ്ങൾക്ക് പിന്നെ ആരെയാ സംശയമില്ലാത്തത്? നിങ്ങൾ ഫുൾ ടൈം എന്റെ പിറകെ സംശയം കൊണ്ട് നടക്കുന്നോണ്ടാ കുട്ടികൾ ഉണ്ടാകത്തതും പൂജ ഫലിക്കാത്തതെന്നാ സ്വാമി പറയുന്നത്. ആദ്യം വേണ്ടതേ വിശ്വാസം. അങ്ങനിപ്പം നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ടുള്ള പൂജ തൽക്കാലം വേണ്ട. നിങ്ങളുടെ വൃത്തികെട്ട മനസ്സാ അതാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. ആലിക്കുട്ടി എന്താണോ? ആണോ? എന്റെ കർത്താവേ. ഓക്കെ ശരി. അറിഞ്ഞോ, നിന്റെ മറ്റേ സ്വാമിയെ പോലീസ് പിടിച്ചു. ക്രൈംബ്രാഞ്ച്. ഒരു കൊച്ചു പെണ്ണിനെ ഉപദ്രവിച്ചേന്. മോളിഞ്ഞു വന്നേ. നീ വാ. എന്താ ഇതേ ഇതുപോലത്തെ സ്വാമിമാരുടെ പുറകെ നടക്കുന്ന എല്ലാ അവളുമാർക്കും വേണ്ടിയുള്ള അടിയാണ്. പിന്നെ നിന്റെ വീഡിയോ വല്ല ഉടനെ വാട്സാപ്പിൽ വരുവാടി.